ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിന് ഷർട്ടൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി തുണിക്കടയിൽ ചെന്നിട്ട് 2-3 കറുപ്പ് ഷർട്ട് വേണമെന്നൊക്കെ പറയുമ്പോൾ വിക്രം പറഞ്ഞു എന്തിനാണിതെന്ന് ചോദിക്കുമ്പോൾ സാരമില്ല ഇരിക്കട്ടെ, അതേ കറുപ്പ് മുണ്ട് മാത്രം എടുത്താൽ മതി മലയ്ക്ക് പോകുമ്പോൾ. അപ്പോൾ പറഞ്ഞിട്ട് അതൊക്കെ വെറുതെയാണ്, പണ്ടുള്ള ആൾക്കാർ മുണ്ടും തോർത്തും മാത്രം ഉപയോഗിച്ചിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കറുപ്പ് ഷർട്ട് ഇടാത്തത്. ഇപ്പം അങ്ങനെയല്ലല്ലോ, കറുപ്പ് ഷർട്ടും കൂടെ വേണം, അറ്റ്ലീസ്റ്റ് മലയ്ക്ക് പോകുന്ന ആ സമയത്തെങ്കിലും കറുപ്പ് ഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു 2-3 കറുപ്പ് ഷർട്ട് എടുക്കുകയാണെങ്കിൽ 42 സൈസും ഫുൾ സ്ലീവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേദ പറയുമ്പോൾ വിക്രം ഇങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ. അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഷർട്ടിൽ പിന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട് സൈസൊക്കെ എന്ന് പറയാനേ. അങ്ങനെ 2-3 ഷർട്ടൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്, വിക്രമിൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2-3 ഷർട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദം ഇങ്ങനെ ഓരോരോ ഷർട്ടൊക്കെ എടുത്ത് നോക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ കറുപ്പ് എടുക്കുന്നത് എന്തിനാണെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാണ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയാണ് അതൊക്കെ ശരി തന്നെ, എന്താ അറിയാമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും തുല്യത ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ വേദ പറയാം അതൊക്കെ ശരിയാണ്, സ്പിരിച്വലി അത് അങ്ങനെയല്ല പറയാം, വൈകാരികമായിട്ടുള്ള ജീവിതത്തോട് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കറുപ്പ് എന്നുള്ള രീതിയിലേക്ക് കറുപ്പ് മുണ്ട് കൊടുക്കുന്നതെന്നൊക്കെ പറയും. അന്നേരം വിക്രം പറയും ഓഹോ അങ്ങനെയാണോ, അതെ അങ്ങനെയാണ് എന്നൊക്കെ പറയും. അതെ ഞാനൊരു കാര്യം പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വേദയ്ക്കും കൂടി ഒരു ജോഡി ഡ്രസ്സ് എടുത്തോട്ട് കൊടുക്കുകയാണെ. എന്നിട്ട് പറയും കോടതി പോകുമ്പോൾ എടുക്കാനുള്ള സാരിയാണ്, കോട്ട് തയ്ക്കണം കേട്ടോ എന്ന് പറയും. ഓഹോ പകരത്തിന് പകരം അല്ലേ, ഞാൻ എടുത്ത് തന്നതിന് പകരമാണോ? അങ്ങനെ ഒന്നുമല്ല, ഞാനത് അന്നേ തന്നെ എടുത്ത് തരണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ ഒരവസരം കിട്ടിയില്ല. പിന്നെ ഞാനപ്പോൾ തരുമ്പോൾ ഞാൻ സ്നേഹം കൊണ്ട് വാങ്ങിച്ചു തന്നതാണെന്ന് നീ തെറ്റിദ്ധരിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഓഹോ അപ്പോൾ ഇപ്പം സ്നേഹം കൊണ്ട് വാങ്ങിച്ചു തന്നതല്ലേ എന്ന് ചോദിക്കും. ഇപ്പം പിന്നെ സ്വാമിയാണല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, സ്വാമിയായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയണം. അങ്ങനെയാണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണെ. അതെ അങ്ങനെ തന്നെയാണെന്ന് പറയട്ടോ. അങ്ങനെ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ ആ ഒരു ഡ്രസ്സ് കിട്ടുമ്പോൾ. എന്നാ പോകാം എന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടിയിട്ട് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇതേ സമയം കമലാമ്മയാണെന്നുണ്ടെങ്കിൽ വിശ്വന് പണം വയ്ക്കാനായിട്ട് ആ വള അന്വേഷിച്ച് പോവുകയാണ്. അളമാരി ചെന്ന് നോക്കുകയാണ്. അളമാരി ചെന്ന് നോക്കുന്ന സമയത്ത് ആ വള കാണുന്നില്ല. എല്ലായിടത്തും നോക്കിയിട്ട് മാഷോട് വന്നവർ മാഷെ ആ വള അവിടെ കാണാനില്ല, നീ അളമാരിൽ എവിടെയെങ്കിലും നോക്കുന്നു പറയുമ്പോൾ ഞാനിനി നോക്കാൻ സ്ഥലമൊന്നുമില്ല, നീ അത് എവിടെയാണ് കണ്ടത് എന്നാൽ ലാസ്റ്റ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ അളമാരി ഒതുക്കിയപ്പോൾ അത് ടിന്നിലിട്ട് വെച്ചതാ. ഇതൊക്കെ കേട്ട് നന്ദിനി വരികയാണ്. അതിന് മാഷ് കൂടിയിട്ട് അളമാരിലൊക്കെ ചെന്ന് നോക്കുന്നുണ്ട്, വള കാണുന്നില്ല. അപ്പോൾ പറയുന്നുണ്ട് ഇതിങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും പോയി വിളിച്ചിട്ട് വായെന്ന് പറയും. എന്താ മാഷേ എല്ലാവരോട് ചോദിക്കണം എന്ന് പറയും. അപ്പോൾ നന്ദിനി അന്ന് ആകെ പരിങ്ങാണ് കേട്ടോ. അപ്പോൾ നീ പോയിട്ട് വിശ്വനെയും വിനായകനൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാന്ന് പറയും. അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ റൂമിലേക്ക് പോകുമ്പോൾ നന്ദിനി നീ ഇങ്ങോട്ട് പോവുക, നീയും വേണം ഇവിടെ എന്ന് പറയും. അത് ശരിയാണ്, പക്ഷെ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക് പോവുകയാണ്. അങ്ങനെ അളമാരി ചെന്ന് ടിന്നുകളും തുണികളും ഒക്കെ മാറ്റി പല സ്ഥലങ്ങളിൽ നോക്കുകയാണ്. അങ്ങനെ നോക്കിയിട്ട് അവിടെ ഒന്നും വള കാണാണ്ടാവുമ്പോൾ ഭാഗ്യം വിനയേട്ടൻ എടുത്തിട്ടില്ല എന്നിങ്ങനെ ആശ്വാസത്തോടു കൂടിയിട്ട് പറയുകയാണ്. പിന്നെ എല്ലാവരെയും കൂടി വിളിച്ച് നിർത്താണ് കേട്ടോ. അപ്പോൾ വിശ്വനും ശ്രീജിയും അച്ഛനൊക്കെ വന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട് വിശ്വൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പണം വെക്കാനായിട്ടാണ് ആ വള ചെന്ന് നോക്കിയത്, പക്ഷേ ഇപ്പോൾ അത് അളമാരില്ലല്ല, എന്തായാലും പുറത്തുനിന്ന് ഒരാൾ വന്ന് അതെടുക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നന്ദിനി അച്ഛൻ എന്താ പറഞ്ഞത്, പുറത്തുനിന്ന് വന്ന ആൾക്കാരെടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ആരെങ്കിലും ഒരാളെടുത്തു എന്നാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാനൊരു അങ്ങനെ അർത്ഥത്തിലല്ല പറഞ്ഞത്, പിന്നെ എങ്ങനെ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ കമലാമ്മ പറയും നന്ദിനി നീ വെറുതെ ആവശ്യമില്ലാത്ത വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കരുതെന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദിനി പറയും അതെന്താ അങ്ങനെയാണെന്ന് ചോദിക്കും കേട്ടോ. അച്ഛനെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ആരെങ്കിലും പുറത്തുനിന്ന് വന്നെടുക്കാനുള്ള സാധ്യത കുറവാണ് എന്നല്ലേ നിങ്ങളെ സംശയിച്ചതായിട്ട് അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അത് ശരി, അതങ്ങനെയല്ല വരുന്നത്, അപ്പനിട്ടാൽ ട്രൗസറും അപ്പാപ്പനിട്ടാൽ വള്ളി ട്രൗസറും അത് എവിടത്തെ ന്യായമാണെന്ന് പറയും കേട്ടോ. നീ എന്ത് ഭാഷയാണ് നന്ദിനി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഭാഷ മോശമാക്കി പറഞ്ഞതൊന്നുമല്ല, അച്ഛൻ പറഞ്ഞ വാക്കിന് ആകെ ഒരു അർത്ഥമേ ഉള്ളൂ, പുറത്തുനിന്ന് ഒരാൾ വന്നെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് അതെടുത്തിട്ടുള്ളതെന്ന് എന്ന് പറയും. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞ നന്ദിനി നീ ഒന്നും മിണ്ടാതിരിക്കുകയെന്ന് പറയും. ഇല്ല ഇതിൽ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല, പിന്നെ ഞങ്ങളെ മാത്രം പരിശോധിച്ചാൽ പോരാ, ഇവിടെ ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് ആൾക്കാർക്ക് പൈസ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അവരെയും കൂടെ പരിശോധിക്കുന്നു പറയും. അപ്പോൾ ശ്രീജ പറയും ഞാൻ ബിസിനസ് എങ്ങനെയാണ് തുടങ്ങിയെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം, എല്ലാ കണക്കും ഞാൻ എല്ലാവരും ബോധിപ്പിച്ചിട്ടുണ്ടെന്ന് പറയട്ടോ.
അങ്ങനെ ബോധിപ്പിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമായിട്ടില്ല. ഞങ്ങളെ പരിശോധിക്കണമെങ്കിൽ നിങ്ങളെയും പരിശോധിക്കണം. എന്താ അതിന് ഉറപ്പ് പറയാത്തത്? ഞങ്ങളെ മുറി നോക്കിക്കോട്ടെ, വേണമെങ്കിൽ ദേഹപരിശോധന വരെ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്. അതുപോലെ നിങ്ങളെ റൂം പരിശോധിക്കണം. എന്താ അതിന് മടിയുണ്ടോ ചോദിക്കും. നന്ദിനി ഇത്ര ഉറപ്പോട് കൂടിയിട്ട് എൻ്റെ റൂം പരിശോധിക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നന്ദിനി അത് എൻ്റെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ശ്രീജ. ശ്രീജടത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കാണ് കേട്ടോ. അപ്പോൾ കമല പറയും, അതെ നിങ്ങൾ ആരും ഒച്ചയുമ്പോൾ എടുക്കണ്ട, വെറുതെ കുടുംബത്തിൽ തല്ലുണ്ടാക്കണ്ട. എൻ്റെ ഒരു വളയല്ലേ, അത് ഞാൻ പോയിന്ന് ഞാനങ്ങ് സമാധാനിച്ചോളാം, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ വിനായകനോട് അച്ഛൻ പറയടാ, നീ ഇവിടെ വർത്താനം കേട്ടിരിക്കാന്ന് കാരണക്കുറ്റി നോക്കിയൊന്ന് കൂട്ടിക്കിടാന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മളെ നന്ദിനി പറയാണ്, ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കുറ്റം മുഴുവൻ എനിക്കാണ്. അല്ല അപ്പോൾ വിശ്വം പറയും, അച്ഛാ ഞങ്ങളുടെ റൂം പരിശോധിച്ചോളാൻ പറയും. വിശ്വ ശ്രീജെ നിങ്ങൾ രണ്ടുപേരും അത് എടുക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓഹോ, അപ്പോൾ മൂത്തോരെ വിശ്വാസമുണ്ട്. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയ വേദന വിക്രമിനെ അവരെ സംശയിക്കുകയോ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ആ വളയെടുത്തവനെ തല തെറിച്ചു പോകുള്ളൂ, കാലം കൊത്തും എന്നൊക്കെ നന്ദിനി ഇങ്ങനെ പ്രാഗുണ്ട്. ഇത് കേട്ടിട്ട് മാഷും കമലാമ്മ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ വിശ്വനോട് ശ്രീജിയോടും കിച്ചണിലേക്ക് പോകാനായിട്ട് അച്ഛൻ പറയും, എടാ വിനായക, നീ അവരെ സഹായിക്കാനുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ വിനായകന് ഇപ്പോൾ തൽക്കാലം ഒരാളെ സഹായിക്കാൻ പോകുന്നില്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്ത് നിൻ്റെ അച്ഛനെയും കൊണ്ടുപോയിട്ട് റൂമിൽ അടുത്ത പണി ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുന്നു പറയാണ്. എന്നാലും നന്ദിനി ഇതിരി കൂടി പോയി എന്ന് വിനായകൻ പറയാൻ കേട്ടോ. കൂടി പോയെങ്കിൽ നന്നായുള്ളൂ, നിങ്ങളും കൂടി എൻ്റെ മെക്കെട്ടേറെന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങനെ പോകും. പിന്നെ വിക്രം വേദം വരുന്ന വഴിക്ക് വിക്രത്തിനോട് വേദ ചോദിക്കുകയാണ്, ഈ കാശ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയാണെന്ന് അറിയോ ഷർട്ട് വാങ്ങാനായിട്ട്? അപ്പോൾ എന്തായാലും ജോലി ചെയ്തുണ്ടാക്കിയതൊന്നും ആവില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല അങ്ങനെയുള്ള പെട്ടെന്നൊന്നും പൈസ കിട്ടൂലല്ലോ. മാത്രമല്ല ഒരു ജൂനിയറായിട്ട് വർക്ക് ചെയ്യണ വക്കീലിന് എത്രയ്ക്കോ പൈസ കിട്ടുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം കേട്ടോ. അച്ഛൻ്റെ നിന്ന് വാങ്ങിച്ചാണ് സുധാകരൻ മാഷേനോ, നല്ല കാര്യമായി. പിന്നെ നിൻ്റെ അച്ഛൻ നിനക്ക് കടായിട്ട് തന്നതാണ്. അതേ എൻ്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛനെ വിളിച്ചതല്ല അച്ഛൻ തന്നതാണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വേണ്ടിയിരുന്നില്ല എന്നത് പറയണേന്ന് പറയും. സാമ്യം അയക്കുന്ന സമയത്ത് അതൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് പറയും കേട്ടോ. എനിക്ക് ഈ കാശ് ഫീസായിട്ട് കിട്ടിയത് തന്നെയാണെന്ന് പറയട്ടെ. അപ്പോൾ ശ്രീനിവാസനെതിരെ ഒരു കേസ് വാങ്ങിക്കുന്നില്ലേ, അതിൻ്റെ ഫീസായിട്ട് കിട്ടിയാണെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് എന്താ ഇറങ്ങാനല്ലേ പറഞ്ഞതെന്ന് പറയട്ടോ. എന്നിട്ട് പറയുന്നത്, നീ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ അപ്പോൾ ഈ കാശ് കൊണ്ട് ഷർട്ട് വാങ്ങിച്ചു തന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതെന്താ അങ്ങനെ പറയുന്നത്? അപ്പോൾ ശ്രീനിസാറിൻ്റെ എതിരെ കേസ് വാദിക്കുന്നതിൻ്റെ പൈസ കൊണ്ട് തന്നെ എനിക്ക് ആ ഷർട്ട് എടുത്ത് തന്നു. അപ്പോൾ പിന്നെ നിൻ്റെ മനസ്സിൽ പ്രതികാരമില്ലേ അതിൻ്റെ ബാക്കിലുള്ളതെന്ന് പറയട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിക്രം ശ്രീനിവാസൻ്റെ കാശ് കൊണ്ടല്ലേ എനിക്ക് സാരി എടുത്തു തന്നത് എന്ന് പറയും കേട്ടോ. എന്നാൽ ആര് പറഞ്ഞു എന്നോട്? മാസങ്ങളായി ഞാൻ ശ്രീനിസാറിൻ്റെ കയ്യിൽ നിന്നൊന്നും ഒരു 10 രൂപ പോലും വാങ്ങിച്ചിട്ട്, ഞാൻ അങ്ങനെ വാങ്ങിക്കാറുമില്ല. പക്ഷേ ഞാൻ പൈസ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെ വാങ്ങിക്കാറില്ല. ഞാൻ വാങ്ങിച്ചു കൊടുത്ത പൈസ കൊണ്ട് എൻ്റെ വീട്ടിലാരും എൻ്റെ അച്ഛനത് സ്വീകരിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലൊരു കാര്യം ഞാനതുകൊണ്ട് ചെയ്തിട്ടില്ല. പിന്നെ അച്ഛനും അമ്മയ്ക്ക് ഒരു സാരി എടുത്തു കൊടുത്ത പോലും നീ പറഞ്ഞിട്ടാണ്. അത് ഞാൻ ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ട് വാങ്ങിച്ചാണ്, അല്ലാതെ ശ്രീനിവാസൻ്റെ കാശ് കൊണ്ടല്ല എന്നൊക്കെ പറയട്ടോ. ഇത് ഞാൻ വർക്ക്ഷോപ്പിൽ പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കി കാശ് കൊണ്ടാണ് നിനക്ക് സാരി വാങ്ങിച്ചത്. നീ പക്ഷേ ചെയ്തതോ എന്നോട് പ്രതികാരം വീട്ടാനായിട്ട്. എന്തായാലും ശ്രീനിസാറിൻ്റെ കേസിൽ നിന്ന് നിനക്ക് കിട്ടിയ കാശ് കൊണ്ട് വാങ്ങിച്ചതാണെന്ന് വിചാരിച്ചിട്ട് ഞാനിത് വേണ്ടാന്നൊന്നും വെക്കാൻ പോകുന്നില്ല. ഞാൻ ചെയ്ത പാപങ്ങൾ ഓരോ നിമിഷവും ഞാൻ ഓർക്കാൻ വേണ്ടിയിട്ടല്ലേ നീ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കും. അയ്യോ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, വിക്രം തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ വിക്രം പറഞ്ഞു, ഇല്ല സാരില്ല, ആ ഷർട്ട് ഞാൻ ഇട്ടോളാം, ഇടുമ്പോൾ ഓരോ സമയത്തും ഞാൻ ആലോചിച്ചോളാം ഞാൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച്, അതിന് വേണ്ടിയിട്ടാണ് നീ അത് ചെയ്തത്. സോറി വിക്രം, സോറി, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറയാം. എന്തായാലും കയറ് എന്ന് പറയുമ്പോഴേക്കൊരു പെൺകുട്ടി വന്നിട്ട് ഒരു മാളികപ്പുറമാണ് കേട്ടോ. അതെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണെന്ന് ചോദിക്കുന്നത്. അങ്ങോട്ടാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ അവിടെ ഒന്ന് ഇറക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ കൊച്ചിനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ആ കൊച്ചിൻ്റെ സ്ഥലം എത്തുമ്പോൾ അവിടെ ഇറക്കി വിടും. എന്നിട്ട് വേദ അതിൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുകയാണ്. എന്നാൽ മലയ്ക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി തന്നെ കിട്ടുന്നവരാന്ന് പറയും. ഇത് അയ്യപ്പ സ്വാമിക്ക് വഴിപാടായിട്ട് ഇടണേ, വഴിപാടായിട്ട് ഇടുമ്പോൾ ആ സ്വാമിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് ആ കൊച്ച കാശ് മേടിച്ച് പോകും കേട്ടോ. എന്നിട്ട് പറയും, കൊച്ചിന് കാശ് കൊടുത്തപ്പോൾ ഞാൻ ഒരു പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്തായാലും വിക്രമിനെ തെറ്റിദ്ധരിച്ചതിന് എന്നോട് ക്ഷമിക്കണേന്ന്. ഭഗവാൻ ക്ഷമിക്കുമായിരിക്കും അല്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. നീ പിന്നെ എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്ന സ്നേഹത്തിൻ്റെ ഇടയ്ക്ക് തോൽവിയും ചെയ്യുമൊന്നുമില്ല, മനസ്സിലാക്കൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ വിക്രം അത് അംഗീകരിച്ചിട്ട് വിക്രമിനെ സ്നേഹത്തോട് കൂടിയിട്ട് വേദന നോക്കുകയാണ് കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.